എന്ത് കാര്യം ചെയ്താലും ഒരു മിനിമം വൃത്തിയോടെ അത് ചെയ്യണം എന്ന് പഠിപ്പിച്ച ദിവസമാണ് കഴിഞ്ഞു പോയത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നിരുന്നു. ഒരു വളരെ ന്യായമായ ആവശ്യം ഉന്നയിച്ചാണ് ആ ഹർത്താൽ നടത്തിയത്. ആ ന്യായമായ ആവശ്യത്തെ പോലും ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുന്ന രീതിയിലാണ് ആ ഹർത്താൽ നടത്തിയത്. ഒരു ശക്തമായ ഹർത്താലാണ് നടത്താൻ ഉദ്ദേശിച്ചെങ്കിൽ അതിന് മുന്നേ തന്നെ ജനങ്ങളെ അറിയിക്കാമായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ അടക്കം തടയുമെന്നും കടകൾ തുറക്കാൻ അനുവദിക്കില്ല എന്നും. ഇതൊന്നും ചെയ്യാതെ ജനങ്ങൾ രാവിലെ ഓരോ ആവശ്യത്തിനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരെ തടയാനും അവരുടെ കടകൾ അടപ്പിക്കാനും നിന്നാൽ വളരെ ന്യായമായ ആവശ്യത്തെ പോലും അവർ വെറുക്കും. ഇതാണ് കഴിഞ്ഞ ഹർത്താൽ നമ്മളെ പഠിപ്പിച്ചത്. ഇതൊന്നും നമ്മുടെ വിഷയമല്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഹർത്താലിന്റെ പേരിൽ കേരളത്തിൽ കാട്ടിക്കുട്ടിയ കോപ്രായങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിച്ചു. ഞാൻ ഏതായാലും പതിവ് പോലെ രാവിലെ ജിമ്മിലും പോയി വൈഫിനെ കൊണ്ടുപോയി ജോലിക്കും ഡ്രോപ്പ് ചെയ്ത് പിന്നെ വന്ന് റെഡിയായി നേരെ പാലാ ഷോറൂമിലേക്ക് പോയി. രാവിലെ തന്നെ ഓഫീസിൽ നമുക്ക് വേണ്ടി ഒരു കൊറിയർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ബുക്സ് വായിക്കുന്ന ഒരാളൊന്നുമല്ല. എങ്കിലും ആരെങ്കിലുമൊക്കെ നല്ല ബുക്സ് റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ അത് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് അങ്ങനെ ഒരു ബുക്കാണ്. വെറും 10 വർഷം കൊണ്ട് 1000 കോടിയിലധികം വാർഷിക വിറ്റുവരത്തിയ ആറ്റംബർഗ് എന്ന കമ്പനിയുടെ ചീഫ് ബിസിനസ് ഓഫീസർ അരിന്തം പോൾ ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ച് എഴുതിയ ഒരു ബുക്കാണിത്. വായിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ പതിവ് പോലെ രാവിലെയുള്ള ചെയ്യാനുള്ള കാര്യങ്ങളും കുറച്ചു നേരം അക്കൗണ്ട്സ് ഒക്കെ നോക്കിയതിനു ശേഷം പാം ടൈൽസ് പാർക്കിന്റെ ഒഫീഷ്യൽ പേജിന് വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. 240 by 80 സെന്റിമീറ്റർ സൈസിലെ 15 mm വരുന്ന നമ്മുടെ സിറ്റ് ഔട്ടിലേക്കും സ്റ്റെയറിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഫുൾ ബോഡി ടൈൽസിന്റെ ഒരു വലിയ കളക്ഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പാം ടൈൽസ് പാർക്കിന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ദിവസം റീലിൽ കണ്ട ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റന്റ് ക്യാമറ കൊഡാക്ക് എന്ന കമ്പനിയുടെ. അത് വാങ്ങിക്കാൻ പാലായിലെ ക്യാമറ സ്കാൻ എന്ന സ്ഥാപനത്തിലേക്ക് പോയി. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്നതല്ല, SSLCയിൽ നല്ല മാർക്ക് വാങ്ങിയ പെങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഷോപ്പിൽ വന്ന് ഈ ക്യാമറയ്ക്ക് ഓർഡർ കൊടുത്തിരുന്നു. ഇന്നത് കളക്ട് ചെയ്യാൻ വന്നതാണ്. എടുക്കുന്ന ഫോട്ടോകൾ അപ്പം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിന്റ് ഔട്ട്സ് എടുക്കാം എന്നുള്ളതാണ് ഇതുപോലുള്ള ഇൻസ്റ്റന്റ് ക്യാമറകളുടെ പ്രത്യേകത. ക്യാമറ ഏതായാലും അൺബോക്സ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കി വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഷോറൂമിലേക്ക് ചെന്ന് ഇന്നത്തെ ഡ്യൂട്ടീസ് ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.